എല്ലാ പ്രിയപ്പെട്ടവർക്കും ടിപ്സ് ആൻഡ് ടോക്സ് ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ ബന്ധങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. പരസ്പരം കാര്യങ്ങൾ സംസാരിക്കാനും അതുപോലെ വിഷമങ്ങളും അഭിപ്രായങ്ങളുമൊക്കെ പങ്കുവെക്കാനും ആശയവിനിമയം വളരെ പ്രാധാന്യമാണ്. സംസാരത്തിലൂടെ മാത്രമേ തെറ്റിദ്ധാരണകളും മറ്റും ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ. ഏതു തരത്തിൽ എങ്ങനെയാണ് പരസ്പരം ആശയവിനിമയം നടത്തുന്നതും എന്നതും പ്രധാനമാണ്. സംസാരത്തിലെ വ്യത്യാസം പോലും പലപ്പോഴും പങ്കാളിയെ വേദനിപ്പിക്കാം. അത് ആണിനായാലും പെണ്ണിനായാലും. ബന്ധങ്ങളിലെ വഴക്കുകൾ ഇല്ലാതാക്കാനും നേരെ സംസാരിക്കാനും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നോക്കാം. ഒന്നാമതായി വിമർശനം. പങ്കാളിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷെ എപ്പോഴും എല്ലാ കാര്യത്തിലും പങ്കാളിയെ വിമർശിക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും അത്ര നല്ല കാര്യമല്ല. കാരണം അത് അവരുടെ മനസ്സിനെ വേദനിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എല്ലാ കാര്യങ്ങളിലും അവരെ കുറ്റപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുക. കൂടാതെ അവരുടെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും മനസ്സിലാക്കാനും ശ്രമിക്കുക. തെറ്റുകൾ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ചൂണ്ടിക്കാണിക്കാതെ നിങ്ങൾ മാത്രമുള്ളപ്പോൾ പറഞ്ഞ് അവരെ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുക. രണ്ടാമതായി പ്രതിരോധം. റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നാണ് പ്രതിരോധങ്ങൾ. പലപ്പോഴും ഒരു തെറ്റ് ചെയ്ത ശേഷം അത് പങ്കാളിയുടെ മേൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള ആശയവിനിമയം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിൽ കൊണ്ടെത്തിക്കാൻ കാരണമാകും. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ മടി കാണിക്കുകയും പിന്നീട് അതിന്റെ ഭവിഷ്യത്തുകൾ പങ്കാളിയുടെ മേൽ പഴിചാരുകയും ചെയ്യുന്നതാണ് ഇതിലെ പ്രധാന പ്രശ്നം. പൊതുവെ ആണുങ്ങൾ ഇത്തരം രീതികൾ പിന്തുടരുകയും പിന്നീടത് വലിയ പ്രശ്നങ്ങളിലേക്ക് മാറുകയും ചെയ്യാം. ഇനി മൂന്നാമതായി നിന്ദിക്കുക എന്നുള്ളതാണ്. പങ്കാളിയുടെ കാഴ്ചപ്പാടുകളെ എല്ലാം വിമർശിക്കുന്നത് തെറ്റാണ്. അത് അവരുടെ ആത്മവിശ്വാസവും അതുപോലെ പങ്കാളിയുടെ സ്വയംബോധത്തെ അപമാനത്തിലൂടെ ആക്രമിക്കുന്നത് വളരെ ദോഷകരമായിട്ടുള്ള കാര്യവുമാണ്. പകരം നമ്മുടെ സ്വന്തം ആവശ്യങ്ങളും വികാരങ്ങളും അവരുമായി പങ്കുവെക്കുക. പങ്കാളിയുടെ അഭിപ്രായങ്ങളെ നിന്ദിക്കാതിരിക്കാൻ കഴിവതും ശ്രമിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ആ സമയങ്ങളിൽ അത്ര വലിയ പ്രശ്നങ്ങൾ ഇത് ഉണ്ടാക്കിയില്ലെങ്കിൽ കൂടിയും ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോൾ ഭാവിയിൽ അതൊരു ഡൈവോഴ്സിലേക്ക് തന്നെ എത്തിപ്പെടാം. അവസാനം എല്ലാം കൂടെ ചേർന്നൊരു വലിയ പൊട്ടിത്തെറിയായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ ഇതുമൂലം ഉണ്ടാകുക. അടുത്തതായി നിസ്സഹകരിക്കുക. മിക്ക ബന്ധങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്. ഏതെങ്കിലും വഴക്കുകൾ ഉണ്ടാകുമ്പോൾ അത് പരസ്പരം സംസാരിച്ച് തീർക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലാത്ത പക്ഷം പിന്നീട് അത് മനസ്സിൽ കിടന്ന് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഏതെങ്കിലും തരത്തിലുള്ള വഴക്കുകൾ ഉണ്ടാകുമ്പോൾ ആ സമയത്ത് തമ്മിൽ സംസാരിക്കാതെ മാറിപ്പോവുക, കളം മാറിപ്പോവുക. പിന്നീട് മനസ്സ് ശാന്തമായിട്ട് തിരിച്ചു വരുമ്പോൾ പങ്കാളിയുമായി ആ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കാൻ ശ്രമിക്കുക, പ്രശ്നം പരിഹരിക്കുക. വഴക്കുകളെ ആ സമയത്ത് അവഗണിച്ചിട്ട് നമ്മുടെ മനസ്സിലെ ആ ഒരു ദേഷ്യവും ആ ഒരു വൈരാഗ്യ ബുദ്ധിയൊക്കെ മാറിക്കഴിയുമ്പോൾ വന്ന് പരസ്പരം സംസാരിച്ച് തെറ്റുകൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ തെറ്റുകൾ നമ്മുടെ പങ്കാളിക്ക് വേറൊരു വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ പറയാതെ ആ ഒരു ഇലയ്ക്കും മുള്ളിനും കേടുവരാത്ത രീതിയിൽ പരസ്പരം സംസാരിച്ച് സോൾവ് ആക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ രീതിയിലൊക്കെ നിങ്ങൾ ചെയ്തു കഴിയുമ്പോൾ ആശയവിനിമയത്തിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരു പരിധിവരെ കുടുംബജീവിതത്തിൽ ഒഴിവാക്കാൻ സഹായിക്കും. ഇത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.